ഹലോ കുട്ടീസ്, ഒന്നാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. ഡോറാണല്ലേ. ഡോറിന് എന്താ പറയുക? ബാ ബ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ബാ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബാ ഇന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ ലാസ്റ്റിൽ ഒരു അലിഫും കൂടെ കൊടുത്തിട്ട് അതിനെ നീട്ടിയിട്ടുണ്ട്. ബ എന്നുള്ളത് ബാ എന്നാകും. നമ്മൾ ബാ എഴുതിയിട്ട് ലാസ്റ്റിൽ എന്ത് ചെയ്യണം? ഒരു അലിഫിനെ കൊടുക്കുക, എന്നിട്ട് ഫത്തഹ് ഉള്ള അക്ഷരത്തിനാണ് നമ്മൾ അലിഫ് കൊടുത്തിട്ട് നീട്ടുന്നത്. ബാ ബാ ബ്. ബാബ്. ബാബ് എന്ന് പറഞ്ഞാൽ ഡോർ. അപ്പോൾ ഫത്തഹ് ഉള്ള അക്ഷരത്തിനെ നമ്മൾ അലിഫ് കൊടുത്തിട്ട് നീട്ടും. കെസറുള്ള അക്ഷരത്തിനെ നമ്മൾ എന്ത് ചെയ്യും? യാഇനെ കൊടുക്കും, ബി എന്നാവാൻ. ഈ ലൊമ്മ ഉള്ള അക്ഷരത്തിനാണെങ്കിലോ വാവിനെ നമ്മൾ കൊടുക്കും, അപ്പോൾ ബൂ എന്നാവും. അത് ബാഇനെ എടുക്കും കേട്ടോ. ഇനിയിപ്പോൾ താ ആണെങ്കിൽ താ തീ തൂ. താ എന്നാവാൻ നമ്മൾ അലിഫിനെ കൊടുക്കും, തീ ആവാൻ യാഇനെ കൊടുക്കും, തൂ എന്നാവാൻ എന്ത് ചെയ്യും? വാവിനെ കൊടുക്കും. അപ്പോൾ അലിഫുള്ള അക്ഷരത്തിനെ ഫത്തഹുള്ള അക്ഷരത്തിന് നമ്മൾ അലിഫ് കൊടുത്തിട്ടും കെസറുള്ള അക്ഷരത്തിന് യാ കൊടുത്തിട്ടും ലൊമ്മയുള്ള അക്ഷരത്തിന് നമ്മൾ വാവ് കൊടുത്തിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? നീട്ടുന്നത്. ബാബ് ബാബ്. ബാ ഒൻ ബാ ഒൻ. ആ ബൂ ഊ. ഇവിടെ കണ്ടോ, നമ്മൾ ബൂ എന്ന് പറഞ്ഞു അല്ലേ. ലൊമ്മായപ്പോൾ എന്ത് ചെയ്തു? വാവിനെ കൊടുത്തിട്ട് അതിനെ നീട്ടി, അപ്പോൾ ബൂ. അബൂ ഉ അബൂ ഉ. ആ ബീ. കണ്ടോ, ഇവിടെ ബായിന് കെസറായപ്പോൾ നമ്മൾ യാ ഇനയാണ് കൊടുത്തത്, അപ്പോൾ ബീ. അബീ. ബാ ഉൻ അബൂ ഉ അബീ. ബാബൻ ബാബൻ. ബാബുൻ ബാബുൻ. ബാബിൻ ബാബിൻ. ബാബൂ ബീ. ബൻ ബുൻ ബിൻ. ഇനി നെക്സ്റ്റ് പേജ് നോക്കാം. നിൽക്കുന്നത് നമുക്ക് വായിക്കാം. 4 ആപ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. 4 ആപ്പിളിൻ്റെ ഉള്ളിലും 4 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാം. ആ ബി അബി. ബാബൻ ബാബൻ. ആ ബൂ അബൂ. ബാബിൻ ബാബിൻ. നെക്സ്റ്റിൽ എന്താണ്? നൊളു ദാഹിറത്തൻ അല ബാ ബൂ ബി. ബാ ബൂ ബി എന്നതിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? കണ്ടുപിടിച്ചിട്ട് റൗണ്ട് വരച്ച് കൊടുക്കുക. ഫസ്റ്റ് വേർഡ് നോക്കാം. ദു ബാബുൻ. ദുബാബുൻ. ദുബാബു എന്നുള്ളതിന് എന്തുണ്ട്? ബാ ഉണ്ടല്ലേ. അപ്പോൾ ബാ നമ്മൾ എന്ത് ചെയ്യണം? റൗണ്ടിലാക്കി കൊടുക്കണം. പിന്നെയോ യാ ക്ക് തു ബൂ ന. യക്തുബൂന. ഇവിടെ എന്താ ഉള്ളത്? ബൂ അല്ലേ. ബൂ നമ്മൾ എന്ത് ചെയ്തു? റൗണ്ടിലാക്കി കൊടുത്തു. നെക്സ്റ്റ് കബീറൻ. കബീറൻ. ഇവിടെ ബി, അപ്പോൾ ബാ ബൂ ബി ആയി അല്ലേ. ഓക്കെ, അടുത്തത് എന്താണ്? ഈ 3 ബോക്സിലുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാം? താഴെ നിന്നും മുകളിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കാം? എഴുതി കൊടുക്കാം. അബുൻ ബാബുൻ അബൂ. വായിച്ച് എന്ത് ചെയ്യണം? ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോഴും വായിച്ച് കുട്ടി വായിച്ചിട്ട് എഴുതാം കേട്ടോ. അടുത്തത് നക്തഷിഫു ബാ മിനൽ ഖുർആൻ. നമ്മുടെ ആയത്തിൻ്റെ 2 ചെറിയ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ബാഇനെ കണ്ടെത്താം അല്ലേ.
ത്വയ്റൻ അബാബീൽ. ഇവിടെ 2 ബാ ഉണ്ട് അല്ലേ? ബാ ഉണ്ട്, പിന്നെ ഒരു ബീ ഉണ്ട്. 2 ബാ ഉണ്ട്. പിന്നെയോ വലി ബുയൂത്തിഹിം അബ്വാബ. വാ ലി ഇവിടെ എന്തുണ്ട്? ഒരു ബാ ഉണ്ട്. പിന്നെയോ അബ്വാബ എന്നുള്ളതിൽ എന്തുണ്ട്? 2 ബാ ഉണ്ട് അല്ലേ? നമുക്ക് ഖുർആനിൽ നമുക്ക് ഒരുപാട് ബാ കാണാൻ സാധിക്കും. അപ്പോൾ എന്ത് ചെയ്തു? ബാ ഇത് നമ്മൾ അലിഫ് കൊടുത്തിട്ടും യാ കൊടുത്തിട്ടും വാവ് കൊടുത്തിട്ടും എന്ത് ചെയ്തു? നീട്ടില്ലേ? അപ്പോൾ ഫതഹുള്ള അക്ഷരത്തിന് നമ്മൾ അലിഫ് കൊടുത്തിട്ടും കെസറുള്ള അക്ഷരത്തിന് നമ്മൾ യാഇനെ കൊടുത്തിട്ടും വമ്മയുള്ള അക്ഷരത്തിന് നമ്മൾ വാവിനെ കൊടുത്തിട്ടുമാണ് എന്ത് ചെയ്യുന്നത്? നീട്ടുന്നത്. ഉഷാറല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.